മലയാളിക്ക് എന്തായിരുന്നു വി എസ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടതാണ്. ഇന്നിപ്പോൾ രാവിലെ ഇവിടെ പെയ്ത കനത്ത മഴ, പക്ഷേ ആ മഴയെല്ലാം അവഗണിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ട ഇപ്പോൾ CPIM-ൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബി സഖാവ് വി എസ് അച്യുതാനന്ദന് അഭിവാദ്യം അർപ്പിച്ചിരിക്കുന്നു. പിന്നാലെ പ്രകാശ് കാരാട്ട് അദ്ദേഹം പുഷ്പചക്രം അർപ്പിക്കുന്നു. ബൃന്ദ കാരാട്ട് പുഷ്പചക്രം അർപ്പിക്കുന്നു. അങ്ങനെ നിരവധി നേതാക്കൾ, നിരവധി ജനപ്രതിനിധികൾ, മന്ത്രിമാർ അടക്കമുള്ളവർ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള വി എസിന് അഭിവാദ്യം അർപ്പിക്കുകയാണ്. കനത്ത ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർക്കടക്കം കൃത്യമായ ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിനുശേഷം ബൃന്ദ കാരാട്ട് ഇപ്പോൾ അഭിവാദ്യം അർപ്പിക്കുന്നു. അങ്ങനെ ഹർഷൻ, അങ്ങനെ നിരവധി ആളുകൾ, ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാൾ. വി എസ് ആദ്യമായി MLA ആയി ഇവിടേക്ക് വരുമ്പോൾ നമുക്കറിയാം, സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ കവാടത്തിലേക്കാണ് അദ്ദേഹം എത്തുന്നത് 1965. അങ്ങനെ തുടങ്ങുന്ന സെക്രട്ടേറിയറ്റുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം, മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, മുഖ്യമന്ത്രി എന്ന രീതിയിൽ മലയാളി എല്ലാ തരത്തിലും ഒരു ആശ്രയം എന്ന രീതി. ഇന്നലെ നമ്മൾ രാത്രി 1 മണിക്ക് നമ്മളോട് സംസാരിച്ച ഒരു അച്ഛനും മകനും, ഒരു 7 വയസ്സുകാരൻ മകനെയും കൊണ്ട് വന്ന ഒരു അച്ഛൻ പറഞ്ഞത്, ഞങ്ങൾ വി എസ് മരിച്ചതോടുകൂടി ഞങ്ങൾ അനാഥരായി എന്നാണ്. അതായത് ഞങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ഒരാൾ ചോദിക്കാനുണ്ട്, ഞങ്ങൾക്ക് ആശ്രയമായി ഒരാളുണ്ട് എന്ന ഒരു തോന്നൽ, ആ തോന്നലിൻ്റെ പേരായിരുന്നു വി എസ്. മാത്രമല്ല, മലയാളി കണ്ട എണ്ണമറ്റ പോരാട്ടങ്ങൾ, സമര പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളുടെയൊക്കെ മുന്നണി പോരാളിയും അവരുടെ എല്ലാവരുടെയും ഒരു ആശാകേന്ദ്രമായി നിന്ന ഒരു സമരസൂര്യനാണ് കെട്ടടങ്ങി ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ കിടക്കുന്നത്. പക്ഷേ കെട്ടടങ്ങുക എന്ന് പറയുമ്പോൾ ഇനി എത്ര കാലം ഒരു വിപ്ലവ ജ്വാലയായി വി എസ് എത്രയോ ആളുകളുടെ ഹൃദയത്തിൽ ജീവിക്കും. ചരിത്രത്തിൽ വി എസ് എന്നത് തങ്കലിപികളാൽ രേഖപ്പെടുത്തുന്ന പേര് തന്നെയായിരിക്കും. അത്രമേൽ പ്രിയങ്കരനായ വി എസിന് കേരളം അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി, VS അനുവാണ് ദർബാർ ഹാളിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ അവിടെ എത്തി പുഷ്പചക്രം അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഖാവിന് അന്ത്യാഭിവാദ്യമേകുന്നു. അങ്ങനെ വിപ്ലവ സൂര്യൻ ജനങ്ങളുടെ മനസ്സിൽ ജ്വലിക്കുന്ന ഓർമ്മയായി മാറുകയാണ്. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ അദ്ദേഹത്തെ കാണാൻ നൂറുകണക്കിന് പേരാണ് വരികളായി നിൽക്കുന്നത്. പൊതുദർശനം ആരംഭിച്ചിരിക്കുകയാണ് ദർബാർ ഹാളിൽ. മന്ത്രി K രാജൻ അടക്കമുള്ളവരെ ദൃശ്യങ്ങളിൽ കാണാം. മന്ത്രി AK ശശീന്ദ്രൻ, P രാജീവ് ഒക്കെ അദ്ദേഹത്തിന് റീത്ത് സമർപ്പിച്ച് അന്ത്യാഭിവാദ്യം നൽകുകയാണ്. ഈ പൊതുദർശനം ഉച്ചവരെ തുടരും. 3 മണിക്കാണ് ഇനി ആലപ്പുഴയിലേക്ക് വിലാപയാത്ര ആരംഭിക്കുക. രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തെ, പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാൻ നിരവധി പേരാണ് ദർബാർ ഹാളിന് പുറത്ത് വരികളായി നിൽക്കുന്നത്. ഇനി ഓരോരുത്തർക്കും കണ്ട് അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ സമയമുണ്ട്. മന്ത്രി സജി ചെറിയാൻ, R ബിന്ദു, വീണ ജോർജ് അടക്കമുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മന്ത്രി GR അനിൽ, എല്ലാവരും എത്തി പ്രിയപ്പെട്ട സഖാവിനെ യാത്രയാക്കുകയാണ്, യാത്രാമൊഴിയേകുകയാണ്. പല ദേശങ്ങളിൽ നിന്നുള്ള പലരും എത്തി. അവർക്കൊക്കെ ആരൊക്കെയോ ആയിരുന്നു VS അച്യുതാനന്ദൻ.